സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട 2 കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങളാണ് ലാൻഡ് റിഫോംസും അതുപോലെ തന്നെ ഗ്രീൻ റവല്യൂഷനും. ഭൂപരിഷ്കാരവും ഹരിത വിപ്ലവവും. അതിൽ ഭൂപരിഷ്കാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഹരിത വിപ്ലവം എന്ന് നോക്കാം. അതായത് ഗ്രീൻ റവല്യൂഷൻ. ഇവിടെ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. ഇനി നമ്മൾക്ക് എന്താണ് ഹരിത വിപ്ലവം എന്ന കാര്യം ഒന്ന് വിശദമായി നോക്കാം. സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഇന്ത്യയിൽ ഇന്ത്യ തികച്ചും ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. ഏകദേശം 75% ആളുകളും കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്നു. എന്നാൽ ജലസേചന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ അഭാവവും കാർഷിക ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചിരുന്നു. ഭക്ഷ്യദൗർലഭ്യവും രാജ്യത്തെ വല്ലാതെ ഉലച്ചിരുന്ന സമയമായിരുന്നു അത്. അതിനാൽ ഇന്ത്യയിലെ സാമ്പത്തിക വിദഗ്ധർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത് കാർഷിക മേഖലയുടെ വികസനത്തിനായിരുന്നു. 1960-61 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ 7 ജില്ലകളിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി നടത്തുകയുണ്ടായി. ഇതിനെ IADP എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ജില്ലാതല തീവ്ര കാർഷിക പരിപാടി, ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം. പിന്നീട് അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് മൂലം കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റമുണ്ടായി. അതിനെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അതായത് 1960-61 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പുത്തൻ കൃഷി രീതിയാണ് ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നേരിട്ടിരുന്ന ഭക്ഷ്യക്ഷാമം നേരിടാൻ വേണ്ടിയാണ് സാമ്പത്തിക വിദഗ്ധർ ഈ ഒരു കൃഷി രീതി മുന്നോട്ട് വെച്ചത്. അപ്പോൾ എന്താണ് ഈ ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, അല്ലെങ്കിൽ എന്താണ് ഹരിത വിപ്ലവം, അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് ഗ്രീൻ റവല്യൂഷൻ എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ സവിശേഷതകൾ? അപ്പോൾ ഇവിടെ നോക്കുക. ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. യൂസ് ഓഫ് HYV സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം. HYV ഇതിൻ്റെ ഫുൾ ഫോം ഹൈ യീൽഡിംഗ് വെറൈറ്റി സീഡ്സ്. മലയാളത്തിൽ അതിനെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം, വിത്തുകൾ എന്നാണ് പറയുക. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, HYV സീഡ്സ്. ഇങ്ങനെ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് 1960കളിൽ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ നടത്തിയ പരീക്ഷണമാണ് ഹരിത വിപ്ലവം എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചത്. അതായത് ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ്റെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് ചോദിച്ചാൽ എഴുതേണ്ടത്: 1, യൂസ് ഓഫ് HYV സീഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ ഉപയോഗം. മറ്റൊന്ന്, യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതിയായിരുന്നു ഹരിത വിപ്ലവം. അതിൻ്റെ പ്രത്യേകത അതായിരുന്നു. മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത, ബെറ്റർ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തൽ. അതായത് ഹരിത വിപ്ലവത്തിലൂടെ വന്ന കാർഷിക മേഖലയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, അവിടെ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത് കൂടുതൽ ജലസേചന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതിക്കായിരുന്നു. ബെറ്റർ ഇറിഗേഷൻ ഫെസിലിറ്റീസ്. മറ്റൊരു സവിശേഷത, യൂസ് ഓഫ് മോഡേൺ ഫാം ഇംപ്ലിമെൻറ്റ്സ് ലൈക്ക് പവർ ടില്ലേഴ്സ്, ട്രാക്ടേഴ്സ്, വാട്ടർ പമ്പ് സെറ്റ്സ് എക്സെട്ര. ആധുനിക കാർഷിക യന്ത്രങ്ങളുടെ ഉപയോഗം. ആ കാലഘട്ടത്തിൽ ട്രാക്ടർ, പവർ ടില്ലർ, വാട്ടർ പമ്പ് സെറ്റ് ഇതൊക്കെ വളരെ അപൂർവമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടും കൂടുതൽ ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും കാർഷിക മേഖലയിൽ വരുത്തിയ മാറ്റത്തെയാണ്
ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് ചോദിച്ചാലും ഈ 4 പോയിൻറ്റ്സ് ആണ് എഴുതേണ്ടത്. അതായത് ഫീച്ചേഴ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ തന്നെ എഴുതി വെച്ചാൽ മതി. എന്താണ് ഹരിത വിപ്ലവം എന്ന് ചോദിച്ചാൽ ഹരിത വിപ്ലവത്തിൻ്റെ സവിശേഷതകൾ തന്നെ എഴുതുക. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1960 മുതൽ 65 60 കാലഘട്ടങ്ങളിലാണ് സാധാരണ പറയാറുള്ളത്. 60കളിൽ 1960s എക്സാക്റ്റ് പീരീഡ് ചോദിക്കുകയാണ് 1965 എന്ന് പറയാം. അതുപോലെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ ആരാണ്? MS സ്വാമിനാഥനാണ്. ഇനി ഹരിത വിപ്ലവം പ്രധാനമായിട്ടും 2 ഘട്ടങ്ങളായാണ് നടന്നിരുന്നത്. ആദ്യഘട്ടം 1965-75 പീരീഡിലായിരുന്നു. ആദ്യഘട്ടം 1965 മുതൽ 75 വരെ, പിന്നീട് അതിന് ശേഷമുള്ള കാലഘട്ടം. അങ്ങനെ 2 ഘട്ടങ്ങളായിട്ടാണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടന്നിരുന്നത്. രണ്ടാം ഘട്ടം 75 മുതൽ 85 വരെ, 1975 മുതൽ 85 വരെയായിരുന്നു രണ്ടാമത്തെ കാലഘട്ടം. ഇനി ഈ ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ കാർഷിക ഉൽപ്പാദനം ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുകയുണ്ടായി. ഭക്ഷ്യക്ഷാമം ഒരളവ് വരെ കുറച്ചു കൊണ്ടുവരാൻ ഈ ഹരിത വിപ്ലവത്തിലൂടെ കഴിഞ്ഞിരുന്നു. എന്നാൽ ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതകൾ നമ്മളിപ്പോൾ പറഞ്ഞു. ഹരിത വിപ്ലവത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങളും കീടനാശിനികളും ഒക്കെയാണ്. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇത്തരം കൃഷിരീതിക്ക്. ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറഞ്ഞത്. എന്നാൽ ഹരിത വിപ്ലവത്തിൻ്റെ ചില ദോഷങ്ങളും അതുപോലെ ചില ഗുണങ്ങളും ഉണ്ടായിരുന്നു. ഇതിൻ്റെ നേട്ടങ്ങൾ, ഹരിത വിപ്ലവത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെ? ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ ദ പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. അതായത് ഹരിത വിപ്ലവത്തിലൂടെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം ഗണ്യമായ രീതിയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോടുകൂടി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ പാവപ്പെട്ടവർക്ക് ലഭിക്കാൻ തുടങ്ങി. അതൊരു ഗുണമാണ്, ഹരിത വിപ്ലവത്തിൻ്റെ ഒരു നേട്ടമായി പറയാം. റിഡക്ഷൻ ഇൻ ദ പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. മറ്റൊന്ന് സ്ട്രെങ്തൻഡ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ദാറ്റ് ഈസ് PDS. പൊതുവിതരണ സംവിധാനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. എന്താണ് ഈ പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്? റേഷൻ കട വഴി ഭക്ഷ്യധാന്യങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഈ പൊതുവിതരണ സംവിധാനം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഗവൺമെൻറ്റിന് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു. മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഗവൺമെൻറ് കുഡ് ക്രിയേറ്റ് ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഗവൺമെൻറ്റിന് കരുതൽ ശേഖരം സൂക്ഷിക്കാൻ കഴിഞ്ഞു. എന്താണ് ഈ കരുതൽ ശേഖരം എന്ന് പറയുന്നത്? അതായത് ഭക്ഷ്യക്ഷാമം നേരിടുന്ന സമയത്ത് ഉപയോഗിക്കാനായി എപ്പോഴും ഒരു കരുതൽ ശേഖരം സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കരുതൽ ശേഖരം, ബഫർ സ്റ്റോക്ക് സൂക്ഷിക്കാൻ ഗവൺമെൻറ്റിന് ഈ ഹരിത വിപ്ലവത്തിലൂടെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് കമേഴ്ഷ്യൽ ക്രോപ്സ്. ഭക്ഷ്യധാന്യങ്ങളുടെയും നാണ്യവിളകളുടെയും ഉൽപ്പാദനം വർദ്ധിക്കുകയുണ്ടായി ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട്. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത വരെ കൈവരിച്ചു എന്ന് പറയാം. അതായത് ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയുകയുണ്ടായി ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇത്രയാണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങൾ എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഒന്ന്, റിഡക്ഷൻ ഇൻ ദ പ്രൈസസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. മറ്റൊന്ന്, സ്ട്രെങ്തൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സംവിധാനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റൊരു നേട്ടം, ഗവൺമെൻറ് കുഡ് ക്രിയേറ്റ് ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യക്ഷാമം ഉണ്ടാവുമ്പോൾ അത് നേരിടാൻ വേണ്ടി കരുതൽ ശേഖരം സൂക്ഷിക്കാൻ ഗവൺമെൻറ്റിന്
കഴിഞ്ഞു. കാരണം അത്രയും ഉൽപ്പാദനം കാർഷിക മേഖലയിൽ ഭക്ഷ്യോൽപാദനത്തിൻ്റെ അളവ് വളരെ കൂടി. അപ്പോൾ അധികം വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ചു വെക്കുവാൻ വരെ തുടങ്ങിയിരുന്നു ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട്. ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് കമേഴ്ഷ്യൽ ക്രോപ്സ്. ഭക്ഷ്യധാന്യങ്ങളുടെ അതുപോലെ തന്നെ നാണ്യവിളകളുടെയും ഉൽപ്പാദനം വർദ്ധിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത വരെ കൈവരിച്ചു ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ഇത്രയുമാണ് ഹരിത വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി നേട്ടങ്ങൾ പോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ചില കോട്ടങ്ങളും സംഭവിച്ചിരുന്നു. അതെന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങൾ എന്ന് നോക്കാം. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓർ ഡീമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ? ഹരിത വിപ്ലവത്തിൻ്റെ ദോഷങ്ങൾ: 1. ഡിസ്പാരിറ്റി വൈഡൻ ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാർമേഴ്സ്. ധനിക കർഷകനും ദരിദ്ര കർഷകനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. എന്തുകൊണ്ടാണ് ഈ ധനിക കർഷകനും ദരിദ്ര കർഷകനും തമ്മിലുള്ള വ്യത്യാസം വർദ്ധിക്കാൻ ഈ ഹരിത വിപ്ലവം കാരണമായത് എങ്ങനെയായിരിക്കാം? അതായത് ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതയിൽ നമ്മൾ പറഞ്ഞു, അത്യാധുനിക സാങ്കേതിക വിദ്യകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രാസവളങ്ങളും രാസകീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിരീതിയാണ് ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വാങ്ങണമെങ്കിൽ അത് പാവപ്പെട്ട കർഷകർക്ക് അത് ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ രാസവളങ്ങളും രാസകീടനാശിനികളും ഒക്കെ വാങ്ങാൻ വലിയ പൈസ വേണമായിരുന്നു. അതൊന്നും പാവപ്പെട്ട ദരിദ്രരായ കർഷകർക്ക് കഴിയുമായിരുന്നില്ല. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ അത്യാധുനിക സാങ്കേതിക വിദ്യകളൊന്നും പരീക്ഷിക്കാൻ പാവപ്പെട്ട കർഷകർക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ദരിദ്രരായ കർഷകർ ദരിദ്രരായി അങ്ങനെ തന്നെ ഇരിക്കുകയും എന്നാൽ ധനിക കർഷകർക്ക് ഇതൊക്കെ പരീക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടുകയും അതുവഴി അവരുടെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം വർദ്ധിക്കുകയും എന്നാൽ പാവപ്പെട്ട കർഷകരുടെ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം ദിനംപ്രതി കുറയുകയും ചെയ്തു. അങ്ങനെ ധനിക കർഷകർ ധനികരായി മാറുകയും ദരിദ്ര കർഷകർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ധനികരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വ്യത്യാസം ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി വർദ്ധിച്ചത്. മറ്റൊരു ദോഷവശം എന്ന് പറയുന്നത് ഹെവി ഡിപ്പെൻഡൻസ് ഓൺ ഇറിഗേഷൻ ഫെസിലിറ്റീസ്. ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഈ കാർഷിക മേഖലയിൽ വന്ന ഈ മാറ്റം കൂടുതൽ ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷിരീതിയായിരുന്നു. അപ്പോൾ അതും ഒരു ദോഷമായി പറയാം. ഹെവി ഡിപ്പെൻഡൻസ്, ജലസേചന സൗകര്യങ്ങളെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നു ഈ ഒരു കൃഷിരീതിക്ക് വേണ്ടി. മറ്റൊന്ന് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഡിസ്ട്രോയിഡ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ. അമിതമായി രാസവളങ്ങളും രാസകീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്നത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കുറയും എന്ന് മാത്രമല്ല മണ്ണിനെ വിഷമയമാക്കുകയും ചെയ്തു. മറ്റൊരു ദോഷവശം ഇൻക്രീസ്ഡ് പ്രിവലൻസ് ഓഫ് പൊല്യൂഷൻസ്. അതായത് ഹരിത വിപ്ലവത്തിൻ്റെ പ്രത്യേകതയായി പറഞ്ഞ കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കൃഷിരീതികളൊക്കെ പരിസ്ഥിതി സൗഹൃദമായിരുന്നില്ല. പരിസ്ഥിതി മലിനീകരണത്തിനുള്ള കാരണങ്ങൾ ആവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഹരിത വിപ്ലവത്തിൻ്റെ ദോഷവശങ്ങൾ എന്ന് പറയുന്നത്.